ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആത്മവിദ്യാസംഘം സ്ഥാപിച്ചതാര്? ഓപ്ഷൻ ബി വാഗ്ഭടാനന്ദൻ. കൊഴിഞ്ഞ ഇലകൾ ആരുടെ ആത്മകഥയാണ്? ഓപ്ഷൻ സി ജോസഫ് മുണ്ടശ്ശേരി. ആന്ധ്രാപ്രദേശിന്റെ നൃത്തരൂപം? ഓപ്ഷൻ എ കുച്ചിപ്പുടി. ആദ്യമായി ജ്ഞാനപീഠം അവാർഡ് നേടിയ കേരളീയൻ ആര്? ഓപ്ഷൻ ബി ജി ശങ്കരക്കുറുപ്പ്. തിരുവിതാംകൂറിൽ ആദ്യത്തെ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് സർവീസ് ആരംഭിച്ചത് ആര്? ഓപ്ഷൻ ഡി സി പി രാമസ്വാമി അയ്യർ. പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത്? ഓപ്ഷൻ സി സർദാർ കെ എം പണിക്കർ. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ സി രാജാറാം മോഹൻ റോയ്. ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയ തിരുവിതാംകൂർ രാജാവ്? ഓപ്ഷൻ എ ശ്രീ ചിത്തിര തിരുനാൾ. ബംഗാൾ വിഭജനം നടപ്പിലാക്കിയത്? ഓപ്ഷൻ ബി കൾസൺ പ്രഭു. വിമോചന സമരം നടന്നത് ആരുടെ നേതൃത്വത്തിലാണ്? ഓപ്ഷൻ ബി മന്നത്ത് പത്മനാഭൻ. നാഷണൽ ഹെറാൾഡ് എന്ന പത്രത്തിന്റെ സ്ഥാപകർ? ഓപ്ഷൻ എ ജവഹർലാൽ നെഹ്റു. ഇന്ത്യയുടെ വന്ധ്യ വയോധികൻ എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ സി ദാദാഭായ് നവറോജി. ഗാന്ധിജി തന്റെ ആത്മകഥ രചിച്ചത് ഏതു ഭാഷയിലായിരുന്നു? ഓപ്ഷൻ ബി ഗുജറാത്തി. ഗാന്ധിജിയെ രാഷ്ട്രപിതാവ് എന്ന് ആദ്യമായി അഭിസംബോധന ചെയ്തത് ആരായിരുന്നു? ഓപ്ഷൻ ബി സുഭാഷ് ചന്ദ്രബോസ്. കഥകളിയിൽ സ്ത്രീകളെയും മുനിമാരെയും പ്രതിനിധീകരിക്കുന്ന വേഷം? ഓപ്ഷൻ ഡി മിനുക്ക്. 1950 മുതൽ ഭരണഘടനയിലെ സ്വത്തവകാശത്തെ പരിമിതപ്പെടുത്തുവാൻ നിരവധി നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. 1978 എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളിൽ നിന്നും നീക്കം ചെയ്തത്? ഓപ്ഷൻ എ 44. ഭരണഘടനയുടെ നിർദ്ദേശക തത്വങ്ങളെ ലക്ഷ്യങ്ങൾ, നയങ്ങൾ, ന്യായവാദാർഹമല്ലാത്ത അവകാശങ്ങൾ എന്നിങ്ങനെ തരംതിരിക്കാം. താഴെ പറയുന്നവയിൽ നയങ്ങളിൽ ഉൾപ്പെടുന്നത് ഏത്? ഓപ്ഷൻ സി ഏകീകൃത സിവിൽ കോഡ്. താഴെ പറയുന്നവയിൽ ഭരണഘടനയിലെ മൗലിക കർത്തവ്യങ്ങൾ ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷൻ ഡി പരിസ്ഥിതി സംരക്ഷിക്കുകയും അഭിവൃദ്ധിപ്പെടുത്തുകയും ചെയ്യുവാനും രാജ്യത്തിലെ വനങ്ങളെയും വന്യജീവികളെയും പരിരക്ഷിക്കുവാനും രാഷ്ട്രം യത്നിക്കേണ്ടതാണ് എന്നുള്ളവയാണ് ഉൾപ്പെടാത്തത്. ഉൾപ്പെടുന്നവ ശാസ്ത്രീയമായ കാഴ്ചപ്പാടും മാനവികതയും അന്വേഷണത്തിനും പരിഷ്കരണത്തിനുമുള്ള മനോഭാവം വികസിപ്പിക്കുക, 6-നും 14-നും ഇടയ്ക്ക് പ്രായമുള്ള തന്റെ കുട്ടിക്ക് ഒരു രക്ഷാപാലകനോ അതത് സംഗതി പോലെ മാതാപിതാക്കളുടെ രക്ഷകർത്താവോ വിദ്യാഭ്യാസത്തിനുള്ള അവസരങ്ങൾ ഏർപ്പെടുത്തുക, പൊതുസ്വത്ത് പരിരക്ഷിക്കുകയും ശപഥം ചെയ്ത അക്രമം ഉപേക്ഷിക്കുകയും ചെയ്യുക. 19ാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ചത് ഭരണഘടനയുടെ ഏത് അവകാശത്തെയാണ്? ഓപ്ഷൻ സി ഭരണഘടനാ പരിഹാരങ്ങൾക്കുള്ള അവകാശം. ഭരണഘടനയിലെ അനുച്ഛേദം 21A ഉറപ്പുവരുത്തുന്നത്? ഓപ്ഷൻ ഡി 6 മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും രാഷ്ട്ര നിയമം വഴി തീരുമാനിക്കുന്ന അങ്ങനെയുള്ള രീതിയിൽ സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസത്തിന് വ്യവസ്ഥ ചെയ്യേണ്ടതാണ്. 21ാമത്തെ ക്വസ്റ്റ്യൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ ചൂതാട്ടമായി ഒരു ഇന്ത്യൻ പത്രാധിപർ വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? ഓപ്ഷൻ എ പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ നടന്ന ഇന്ത്യയിലെ ആദ്യ പൊതു തെരഞ്ഞെടുപ്പ്. 22 നാളെ നമ്മൾ ബ്രിട്ടീഷ് അധിനിവേശത്തിന്റെ അടിമത്തത്തിൽ നിന്നും മോചിതരാകും. പക്ഷേ ഈ അർദ്ധരാത്രിയിൽ ഇന്ത്യ വിഭജിക്കപ്പെടും. അതുകൊണ്ട് നാളത്തെ ദിവസം ആഹ്ലാദത്തിന്റെ എന്നതുപോലെ കഠിനമായ ദുഃഖത്തിന്റേതുമാണ്. ഈ പ്രസ്താവന ആരുടേതാണ്? ഓപ്ഷൻ സി മഹാത്മാഗാന്ധി. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി? ഓപ്ഷൻ സി മൗലാന അബ്ദുൽ കലാം ആസാദ്. 1-ാം പഞ്ചവത്സര പദ്ധതി തയ്യാറാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച സാമ്പത്തിക വിദഗ്ധർ? ഓപ്ഷൻ ഡി KN രാജ്. അട്ടർലി ബട്ടർലി ഡെലീഷ്യസ് എന്ന പരസ്യ ഗാനവും വെണ്ണ പുരട്ടിയ പൊരിച്ച റൊട്ടി പിടിച്ചു നിൽക്കുന്ന വാത്സല്യം തോന്നുന്ന ഒരു കൊച്ചു പെൺകുട്ടിയുടെ ചിത്രവും ബന്ധപ്പെട്ടിരിക്കുന്നത്? ഓപ്ഷൻ സി അമുൽ. ലോകരാജ്യങ്ങളിൽ വലുപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്ര? ഓപ്ഷൻ സി 7. ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന മരുഭൂമി ഏത്? ഓപ്ഷൻ ബി താർ മരുഭൂമി. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏത്? ഓപ്ഷൻ എ ഗോദാവരി. അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ദ്വീപ സമൂഹം ഏത്? ഓപ്ഷൻ സി ലക്ഷദ്വീപ്.
പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനമേത്? ഓപ്ഷൻ ഡി കറുത്ത മണ്ണ്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏത്? ഓപ്ഷൻ സി പെരിയാർ. സിംഹവാലൻ കുരങ്ങുകളെ കാണപ്പെടുന്ന കേരളത്തിലെ ദേശീയ ഉദ്യാനം ഏത്? ഓപ്ഷൻ ഡി സൈലന്റ് വാലി. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് ഏത് കായലിലാണ്? ഓപ്ഷൻ സി വേമ്പന സോറി ഓപ്ഷൻ എ പുന്നമടക്കായൽ. രണ്ട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ല ഏത്? ഓപ്ഷൻ ബി വയനാട്. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം? ഓപ്ഷൻ സി പീച്ചി. കേരളത്തിലെ ഉയരം കൂടിയ കൊടുമുടി ഏത്? ഓപ്ഷൻ ഡി ആനമുടി. കേരളത്തിൽ കാറ്റിലൂടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഏറ്റവും വലിയ കാറ്റാടിപ്പാടം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഓപ്ഷൻ ബി കാഞ്ചിക്കോട്. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏത്? ഓപ്ഷൻ സി പാലക്കാട്. കേരള ഹൈക്കോടതിയുടെ ആസ്ഥാനം? ഓപ്ഷൻ ബി എറണാകുളം. കേരളത്തിലെ ആദ്യ പേപ്പർ മിൽ സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഓപ്ഷൻ ബി പുനലൂർ. സാർവത്രിക ദാതാവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ് ഏത്? ഓപ്ഷൻ സി ഓ രക്തഗ്രൂപ്പ്. ശ്വാസകോശത്തിന്റെ സങ്കോച വികാസങ്ങളെ നിയന്ത്രിക്കുന്ന പേശി ഭിത്തി ഏത്? ഓപ്ഷൻ ഡി ഡയഫ്രം. താഴെ തന്നിട്ടുള്ള ജോഡികളിൽ ജലത്തിൽ ലയിക്കുന്ന ജീവകങ്ങൾ ഏതെല്ലാം? ഓപ്ഷൻ ബി ജീവകം ബിയും സിയും. താഴെ തന്നിരിക്കുന്നവയിൽ ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന രോഗം? ഓപ്ഷൻ ഡി ടൈഫോയിഡ്. താഴെ തന്നിട്ടുള്ള സൂചനകളിൽ ശരിയായത് ഏതെന്ന് കണ്ടുപിടിക്കുക. ഓപ്ഷൻ ബി 1ഉം 2ഉം ശരിയാണ്. 1 അയഡിൻ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ വളർച്ചയ്ക്ക്, 2 ഇരുമ്പ് ഹീമോഗ്ലോബിന്റെ നിർമ്മാണത്തിന്. 46 മലമ്പനി രോഗം പരത്തുന്ന കൊതുക് ഏത്? ഓപ്ഷൻ എ അനോഫിലിസ്. രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ തോത് കുറയ്ക്കുന്ന ഹോർമോൺ? ഓപ്ഷൻ ബി ഇൻസുലിൻ. കേരളത്തിൽ സർക്കാർ തലത്തിൽ നടപ്പിലാക്കിയിട്ടുള്ള മരണാനന്തര അവയവ കൈമാറ്റ പദ്ധതി ഏത്? ഓപ്ഷൻ സി മൃതസഞ്ജീവനി. കൊഴുപ്പ് അടിഞ്ഞ് ധമനികളുടെ വ്യാസം കുറയുന്നത് മൂലം ഉണ്ടാകുന്ന ഒരു ജീവിതശൈലി രോഗം ഏത്? ഓപ്ഷൻ എ അമിത രക്തസമ്മർദ്ദം. കേരള സർക്കാർ തുടക്കം കുറിച്ചിട്ടുള്ള അശ്വമേധം എന്ന പദ്ധതി ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ഡി കുഷ്ഠരോഗം.